പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, തിരുനാളുകൾ എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത് തിരുഹൃദയ തിരുനാളാണ്. തിരുഹൃദയ തിരുനാളിന് ഒരുക്കമായി പഠനത്തിന് ആമുഖമായി ബൈബിളിൽ നിന്ന് ഞാനൊരു ഭാഗം വായിക്കട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19 അധ്യായം 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്. അത് സാബത്തിനുള്ള ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു. ആ സാബത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നത് എന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു, തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. ദൈവ വചനമാണ് നാം കേട്ടത്. അവൻ്റെ ഹൃദയത്തിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. തിരുഹൃദയ ഭക്തിയുടെ തുടക്കം ഇവിടെയാണ്. നമ്മൾ തിരുഹൃദയ തിരുനാളിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുമ്പോൾ അല്പം ചരിത്രം ഓർത്തിരിക്കുന്നത് നല്ലതാണ്. വിശുദ്ധ കുർബാനയുടെ തിരുനാൾ കഴിഞ്ഞു വരുന്ന 8-ാം ദിവസം, വിശുദ്ധ കുർബാനയുടെ തിരുനാൾ നമുക്കറിയാം, തൃത്വത്തിൻ്റെ തിരുനാൾ കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ചയാണ് വിശുദ്ധ കുർബാനയുടെ തിരുനാൾ. അതിനുശേഷം 8 ദിവസം കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ചയാണ്, 8-ാം ദിവസം വെള്ളിയാഴ്ചയാണ് തിരുഹൃദയ തിരുനാളായി ആഘോഷിക്കുന്നത്. ഈ തിരുഹൃദയ തിരുനാളിൻ്റെ ആഘോഷത്തിന് അല്പം ഒരു ചരിത്രമുണ്ട്. ഏതാണ്ട് 1670 ആദ്യമായി തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കപ്പെട്ടത്. അത് ഫ്രാൻസിലെ റന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. 1670 ബിഷപ്പ് ഷാൻ എറ്റ്യൂദ് എന്ന് പറഞ്ഞ മെത്രാനാണ് ആദ്യമായി തിരുഹൃദയ തിരുനാൾ ആഘോഷിച്ചത്. അതിനുവേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ച് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വിസിറ്റേഷൻ സന്യാസിനിയായ മാർഗരറ്റ് മേരി അലക്കോക്ക് എന്ന് പറഞ്ഞ വ്യക്തിയാണ് തിരുഹൃദയ ഭക്തിയുടെ പ്രണേതാവായി അറിയപ്പെടുന്നത്. പാരലെമോണിയാൽ എന്ന് പറയുന്ന ഫ്രാൻസിൻ്റെ തെക്കു ഭാഗത്തുള്ള ഒരു പട്ടണത്തിലാണ് ഇവൾ ജീവിച്ചിരുന്നത്. ഈ പാരലെമോണിയാൽ കാണാനായി ഞാനൊരു സുഹൃത്ത് കൊല്ലക്കുമ്പിൽ അച്ഛൻ്റെ കൂടെ ഒരിക്കൽ പോയത് ഞാൻ ഓർക്കുകയാണ്. ഞങ്ങൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് പോവുകയാണ്, കാർ ഓടിച്ച് ഒരുപാട് വൈകിയാണ് ചെല്ലുന്നത്. വൈകുന്നേരമാകുമ്പോഴത്തേക്കും സന്ധ്യയാകുമ്പോഴാണ് ഞങ്ങൾ മഠത്തിലെത്തുക. എന്നാലും അവർ സന്തോഷത്തോടു കൂടി ഞങ്ങൾക്ക് വാതിൽ തുറന്നു തന്നു. അവിടെ ഈ പാരലെമോണിയാൽ പോയി മാർഗരറ്റ് മേരി അലക്കോക്കിൻ്റെ ശരീരം സൂക്ഷിച്ചിരിക്കുന്നതും അത്ഭുതങ്ങളെല്ലാം കാണാനിടയായി. അപ്പോൾ പാരലെമോണിയാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മാർഗരറ്റ് മേരി അലക്കോക്ക് ജീവിച്ചിരുന്നതും മരിച്ചതും. 1647 മുതൽ 1690 വരെ വെറും 43 വർഷം മാത്രമേ അവർ ജീവിച്ചിരുന്നുള്ളൂ. അവർക്ക് ഒരുപാട് ദൈവ അനുഭവങ്ങളുണ്ടായി, പ്രത്യേകിച്ചും യേശുവിൻ്റെ ഒരുപാട് ദർശനങ്ങൾ. ആ ദർശനങ്ങൾ എല്ലാം തന്നെ തിരുഹൃദയ ഭക്തിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതിലേറ്റവും പ്രധാന ദർശനമുണ്ടായത് ജൂൺ 16-ാം തീയതി 1675 ജൂൺ 16-ാം തീയതിയാണ് മാർഗരറ്റ് മേരി അലക്കോക്കിന് ഏറ്റവും പ്രധാനപ്പെട്ട ദർശനമുണ്ടായത്. ആ ദർശനത്തിൽ യേശുവിൻ്റെ ഹൃദയം ജ്വലിക്കുന്ന ഒരു ഗോളം പോലെ, ജ്വലിക്കുന്ന ഹൃദയം, ആ ജ്വലിക്കുന്ന ഹൃദയത്തിന് ചുറ്റും ഒരു മുൾക്കിരീടം, ആ ഹൃദയത്തിൻ്റെ മുകളിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു കുരിശ്. ഇതാണ് രൂപം. ഹൃദയം തുറക്കുന്നു, ഹൃദയത്തിൻ്റെ നടുവിൽ ഇപ്രകാരം ചുറ്റും ജ്വലിക്കുന്ന ജ്വാല, ഹൃദയത്തിൽ നിന്ന് മുകളിലേക്ക് തള്ളി നിൽക്കുന്ന കുരിശ്, ചുറ്റുപാടും അതിനെ ഞെരുക്കുന്ന മുൾക്കിരീടം. ഒരു ഭാഗത്തു നിന്ന് വലിയ സ്നേഹത്തിൻ്റെയും ആത്മദാനത്തിൻ്റെയും ചിത്രം, മറുഭാഗത്തു നിന്ന് വലിയ ത്യാഗത്തിൻ്റെയും തിരസ്കരണത്തിൻ്റെയും. സ്നേഹം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം മുള്ളുകൊണ്ട് വരിഞ്ഞു കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ തിരസ്കരിക്കപ്പെടുന്ന സ്നേഹത്തിൻ്റെ വലിയ ഒരു ചിത്രമാണ് ഇവിടെ കാണുക. ദൈവം എന്തുമാത്രം ആഴമായി മനുഷ്യനെ സ്നേഹിക്കുന്നു, ആ ഹൃദയത്തെ എന്തുമാത്രം വേദനിപ്പിക്കുന്നു മനുഷ്യൻ്റെ തിരസ്കരണം, പാപം, മനുഷ്യൻ സ്വയം നശിക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ വേദന. ഈ സ്നേഹവും പാപത്തിൻ്റെ കാഠിന്യവും ദൈവത്തിൻ്റെ വേദനയും ഒരുപോലെ ചിത്രീകരിക്കുന്നതാണ് ഈ 1675 ജൂൺ 16-ാം തീയതി മാർഗരറ്റ് മേരി അലക്കോക്കിനുണ്ടായ ഈ ദർശനം. 1765 ഫ്രാൻസിൽ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കാനായിട്ട് ആരംഭിച്ചത്. അതിനുശേഷം 1856 9-ാം പിയൂസ് മാർപ്പാപ്പ ആഗോള സഭയിൽ ഈ തിരുനാൾ ആഘോഷിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെ 1856 മുതലാണ് തിരുഹൃദയ ഭക്തി എല്ലായിടത്തും പ്രചരിച്ചത്. ഈ തിരുഹൃദയ ഭക്തിയുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ യേശുവിൻ്റെതായ 12 വാഗ്ദാനങ്ങൾ അലക്കോക്കിന് നൽകിയത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് മനഃപ്പാഠം അറിയാൻ പാടില്ല, ഞാനത് കുറിച്ചെടുത്തത് വായിക്കുകയാണ്. 1,
ജീവിത അന്തസ്സിന് അനുസൃതം ജീവിക്കാൻ ആവശ്യമായ കൃപ നൽകും. ഈ തിരുഹൃദയ ഭക്തി നിലനിൽക്കുന്നവർക്ക് ജീവിതാന്തസ്, അത് വൈദിക അന്തസ്സാകട്ടെ, സന്യാസാന്തസ്സാവട്ടെ, വിവാഹ ജീവിതമാകട്ടെ, ഓരോരുത്തർക്കും താന്താങ്ങളുടെ ജീവിതാന്തസ്സിന് അനുയോജ്യമായി ജീവിക്കാനുള്ള കൃപ നൽകും. 2, അവരുടെ കുടുംബങ്ങളിൽ സമാധാനം സ്ഥാപിക്കും. 3, എല്ലാ ക്ലേശങ്ങളിലും ഞാൻ അവരെ ആശ്വസിപ്പിക്കും. 4, ജീവിതകാലത്തും പ്രത്യേകിച്ച് മരണസമയത്തും ഞാൻ അവർക്ക് ആശ്രയമായിരിക്കും. 5, അവരുടെ എല്ലാ സദുദ്യമങ്ങളെയും ഞാൻ ആശീർവദിക്കും. 6, പാപികൾ എൻ്റെ ഹൃദയത്തിൽ അനന്തമായ സമാധാനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സമുദ്രം, ദയാസാഗരം കണ്ടെത്തും. 7, മന്ദോഷ്ണ തീക്ഷ്ണത പ്രാപിക്കും. 8, തീക്ഷ്ണതയുള്ള വിശുദ്ധിയിലും പുണ്യപൂർണ്ണതയിലും അതിവേഗം പുരോഗതി പ്രാപിക്കും. 9, തിരുഹൃദയചിത്രം പ്രതിഷ്ഠിച്ച് വണങ്ങുന്ന സ്ഥലങ്ങളെ ആശീർവദിക്കും. 10, പുരോഹിതർക്ക് കഠിനഹൃദയങ്ങളെ സ്പർശിച്ച് മാനസാന്തരം നൽകാൻ ഉള്ള കൃപ നൽകും. 11, ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേരുകൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ എഴുതും. 12, 9 ആദ്യ വെള്ളിയാഴ്ച വിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നവർ പാപത്തിൽ മരിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. എൻ്റെ ഹൃദയം അവർക്ക് അഭയസ്ഥാനമായിരിക്കും. ഇതാണ് തിരുഹൃദയ ഭക്തിയുടെ അടിസ്ഥാനമായി നിൽക്കുന്ന 12 വാഗ്ദാനങ്ങൾ. ഇനി ഒരു പടി കൂടി പുറകോട്ട് പോയാൽ എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മൾ ചരിത്രം കണ്ടു. ഈ തിരുഹൃദയ ഭക്തി, ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുക? നമുക്കറിയാം, നമ്മൾ ഹൃദയം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ കേന്ദ്രമായിട്ടാണ്. ഇസ്രായേലിൽ, ബൈബിളിൽ ഹൃദയം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ മാത്രമല്ല, തീരുമാനമെടുക്കുന്ന ശക്തിയാണ്. വികാരങ്ങളുടെ ഉറവിടമായിട്ട് നിൽക്കുന്നത് വൃക്കകളാണ്. അതേസമയം ഹൃദയം തീരുമാനത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ ബുദ്ധി കൊണ്ടല്ല, ഇച്ഛാശക്തി എന്ന് പറയുന്നതും ഹൃദയത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ വികാരവും വിചാരവും ഒരുമിച്ച് നിൽക്കുന്ന ആർദ്രത, ഇതാണ് ഹൃദയത്തിൻ്റെ അടയാളമായി നിൽക്കുക. നമുക്ക് പൊതുവേ വളരെ തെറ്റായ ഒരു ദൈവചിത്രം അത് സൂക്ഷിക്കാറുണ്ട്, പ്രത്യേകിച്ചും പഴയ നിയമത്തെ സംബന്ധിച്ച്. പഴയ നിയമം, പ്രത്യേകിച്ചും ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തവർ പറയും പഴയ നിയമത്തിലെ ദൈവം വളരെ ക്രൂരനായൊരു വിധിയാളനാണ്. പുതിയ നിയമത്തിലാണ് യേശുവിൻ്റെ പിതാവായ സ്നേഹനിധിയായ ദൈവം. പക്ഷേ വളരെ വികലമായ, ഭാഗികമായ ഒരു കാഴ്ചപ്പാടാണത്. ചില സംഭവങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. മനുഷ്യൻ്റെ നീതിപൂർവമായ ജീവിതത്തെ പ്രമാണമനുസരിച്ച് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതിനാവശ്യമായ ചില ശിക്ഷാവിധികളെക്കുറിച്ചൊക്കെ പഴയ നിയമത്തിൽ പറയുമെങ്കിലും പഴയ നിയമത്തിൽ തെളിഞ്ഞു നിൽക്കുന്നത് ദൈവത്തിൻ്റെ ആർദ്രമായ, ആഴമായ, ഗാഠമായ സ്നേഹത്തിൻ്റെ ചിത്രമാണ്. നമുക്കറിയാം, മനുഷ്യ സൃഷ്ടി തന്നെ നടക്കും ദൈവത്തിൻ്റെ ഛായയിലും സദൃശ്യത്തിലുമാണ്. സ്നേഹിക്കാൻ കഴിവുള്ളവനായ, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും സ്വീകരിക്കാനും കൊടുക്കാനും കഴിവുള്ള മനുഷ്യൻ ദൈവത്തിൻ്റെ തന്നെ പ്രതിച്ഛായ സൃഷ്ടിക്കപ്പെട്ടവനാണ്. മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം, മനുഷ്യൻ്റെ പാപം പെരുകുകയും ആ മനുഷ്യൻ്റെ പാപം പെരുകുന്നതിൽ ദൈവം ദുഃഖിക്കുകയും ചെയ്യുന്നതായി. അവൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു എന്ന് പറയും. ദൈവം മനുഷ്യനിൽ തിന്മ കണ്ടു. ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം പ്രളയത്തിനുള്ള ആരംഭമാണ്. 6-ാം അധ്യായം 5ഉം 6ഉം വാക്യങ്ങൾ. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. മനുഷ്യൻ്റെ പാപത്തിലും മനുഷ്യൻ്റെ തിന്മയിലും നാശത്തിലും ദുഃഖിക്കുന്ന, വേദനിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രമാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുക. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴേക്കും കാണും മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന ദൈവം. എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവർ ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ ക്ലേശങ്ങളെല്ലാം, കഷ്ടങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ട്. കേൾക്കുന്ന ദൈവം, കാണുന്ന ദൈവം, അറിയുന്ന ദൈവം. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, ചിരിക്കാനറിയാത്ത, കരയാനറിയാത്ത കളിമൺ പ്രതിഭകളെയുള്ള പ്രതിഷേധക്കുറിപ്പ് ഈ ബൈബിളിലെ ദൈവത്തിന് നിരക്കുന്നതല്ല. അവരുടെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു, ഞാൻ കേട്ടു, ഞാൻ അറിയുന്നു. ഇറങ്ങി വന്നിരിക്കുന്നവരെ മോചിപ്പിക്കാൻ വേണ്ടിയാണ്. മനുഷ്യൻ്റെ ദുഃഖത്തിലും വേദനയിലും വേദനിക്കുന്നൊരു ഹൃദയം, ആ വേദനയ്ക്ക് പരിഹാരമുണ്ടാക്കുന്ന ദൈവം, ആ ദൈവമാണ് ഇവരെ മോചിപ്പിക്കുക. മോശയ്ക്ക് ഒരേ ഒരു ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ, ദൈവത്തെ ഒന്ന് കാണണം, ദൈവത്തിൻ്റെ മുഖം കാണണം. കർത്താവ്, നിനക്ക് എൻ്റെ മുഖം കാണാൻ സാധിക്കില്ല, ഞാൻ നിന്നെ കടന്നു പോകും, എന്നെ നേരിട്ട് കാണാൻ നിനക്ക് സാധിക്കില്ല, ഞാൻ ആയിരിക്കുന്ന വിധത്തിൽ. പക്ഷേ കർത്താവ് കടന്നു പോകുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. പുറപ്പാട് പുസ്തകം 36-ാമത്തെ അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവൻ്റെ അടുക്കൽ നിൽക്കുകയും കർത്താവ് എന്ന് തൻ്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിലൂടെ കടന്നുപോയി. കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. എന്നാൽ കുറ്റവാളിയുടെ നേരെ കണ്ണടയ്ക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും 3-4 തലമുറ വരെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മൾ 3-4 തലമുറയെക്കുറിച്ചാണ് പലപ്പോഴും കാണുക. പക്ഷേ 1000 തലമുറകൾ നീണ്ടു നിൽക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തെയും സ്നേഹത്തെയും പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ്. പഴയ നിയമത്തിലെ ദൈവം ക്രൂരനായ വിധിയാളനല്ല. പഴയ നിയമത്തിലെ ദൈവം സ്നേഹധനനായ പിതാവാണ്. ആ പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പ്രവാചകന്മാർക്ക് 1000 നാവുകളാണ് പറയാനുള്ളത്.
പ്രത്യേകിച്ചും യേശയ്യായുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ യേശയ്യായുടെ പുസ്തകം 43-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം നമ്മൾ കാണും. യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേൽ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേരു ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും, നദികൾ കടക്കുമ്പോൾ നിന്നെ മുക്കിക്കളയുകയില്ല, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനുമാണ്, ഇതാ ഞാൻ നിന്നോടുകൂടിയുണ്ട്, ഭയപ്പെടേണ്ട. ഇതാണ് ദൈവം പറയുക. നീ എനിക്ക് വിലപ്പെട്ടവനാണ്, ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും, ഏത് അപകടത്തിലും ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിൻ്റെ കൈപിടിച്ചു നടത്തും. യേശയ്യായുടെ പുസ്തകം 49-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം 14-15 പ്രവാസത്തിൽ കഴിയുന്ന ജനങ്ങളോട് പറയുകയാണ്. സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു എന്ന് പറയുന്ന ജനത്തോടാണ് പ്രവാചകനിലൂടെ പറയുക. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറയുന്ന അപ്പനും അമ്മയുമായ ദൈവം, ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഓരോ നിമിഷവും ഞാൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പഴയ നിയമത്തിലെ ദൈവമാണ്. ഇത് തന്നെയാണ് ദൈവം, വേറൊരു ദൈവമില്ല. മനുഷ്യനെ, സകല മനുഷ്യരെയും മക്കളെപ്പോലെ കാണുകയും മകനെപ്പോലെ മകളെപ്പോലെ കയ്യിൽ സൂക്ഷിക്കുകയും ചെയ്യും ദൈവം. യേശയ്യായുടെ പുസ്തകം 54-ാമത്തെ അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. നിമിഷ നേരത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, മഹാകരുണയോടെ ഞാൻ നിന്നെ തിരിച്ചു വിളിക്കും. കോപാധിക്യത്താൽ ക്ഷണനേരത്തേക്ക് ഞാൻ എൻ്റെ മുഖം നിന്നു മറച്ചു, എന്നാൽ അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ കാണിക്കും എന്ന് നിൻ്റെ വിമോചകനായ കർത്താവ് അരുളി ചെയ്യുന്നു. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു. 10-ാം വാക്യം. മലകൾ അകന്നുപോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. എല്ലാം നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച് പ്രവാസത്തിൽ കഴിയുന്ന വ്യക്തികളാണ് ഇത് പറയുക. യേശയ്യായുടെ പുസ്തകത്തിൽ നമുക്ക് ജെറമ്യായുടെ പുസ്തകത്തിലേക്ക് വരാം. ജെറമ്യായുടെ പുസ്തകം 29-ാമത്തെ അധ്യായം 11-13 വാക്യങ്ങൾ പ്രകാരം കാണും. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്, നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങളെന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും, നിങ്ങളെന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നവർക്ക് സ്വയം വെളിപ്പെടുത്തുന്ന, കണ്ടെത്താൻ അനുവദിക്കുന്ന കർത്താവ്. ജെറമ്യായുടെ പുസ്തകം 31-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. അചഞ്ചലമായ സ്നേഹം, വിശ്വസ്തത. കർത്താവിൻ്റെ സ്നേഹത്തിന് ബൈബിൾ കൊടുക്കുന്ന വാക്ക് ഹെസഡ് എന്നാണ്. ഹെസഡ് 2-3 വാക്കുകളുണ്ട്. ഹെസഡ് എന്ന് പറഞ്ഞാൽ അചഞ്ചലമായ സ്നേഹം, ഉടമ്പടിയിലൂടെ ഉറപ്പുവരുത്തിയിരിക്കുന്ന, ഒരിക്കലും ലംഘിക്കാത്ത സ്നേഹമാണ് ഹെസഡ്. സ്ഥിര സ്നേഹം, അചഞ്ചല സ്നേഹം, നിത്യമായ സ്നേഹം എന്നൊക്കെ പറയും. ആഴമളക്കാനാവാത്ത, അവസാനമില്ലാത്ത സ്നേഹം. അതോടൊപ്പം ഉപയോഗിക്കുന്ന മറ്റൊരു പദമുണ്ട്, റഹമ. റഹമ എന്ന് പറഞ്ഞാൽ കൃപ, കരുണ എന്നൊക്കെയാണ് അർത്ഥം. കരുണ, വാത്സല്യം. ഗർഭസ്ഥ ശിശുവിനോട് അമ്മയ്ക്കുള്ള ഭാവമാണ് റഹമ. റഹം എന്നാണ് ഹീബ്രുവിൽ മാതാവിൻ്റെ ഗർഭപാത്രത്തിന് കൊടുക്കുന്ന പേര്. റഹം, മാതാവിൻ്റെ ഉദരം. ഈ ഉദരത്തിലായിരിക്കുന്ന ശിശുവിനോട് അമ്മയ്ക്കുള്ള ഭാവമെന്തോ അതാണ് റഹമ. റഹമാൻ എന്ന് പറയും. ദൈവം റഹമാൻ, അള്ളാഹു റഹമാൻ എന്ന് മുസ്ലിമുകൾ പറയുമല്ലോ. ദൈവം കരുണയുള്ളവനാണ്, കൃപയുള്ളവനാണ്. അമ്മ തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്ന പോലെ, അഥവാ അമ്മ സ്നേഹിക്കുന്നില്ലെങ്കിലും അതിനേക്കാൾ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ കൃപ, കാരുണ്യം പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തുന്ന ചിത്രമാണിത്. അപ്പനും അമ്മയും എന്നെ കൈവിടിഞ്ഞാലും എൻ്റെ ദൈവം എന്നെ കൈക്കൊള്ളും, സങ്കീർത്തകൻ്റെ ഉറച്ച നിലപാടാണ് സങ്കീർത്തകൻ. അതുപോലെ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് സ്നേഹമാണ്. യേശുവിലൂടെ പ്രകടമായത് മുഴുവനും വലിയ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രമാണ്. യേശു പ്രകടമാക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയമാണ്. ശിക്ഷിക്കുന്ന, ശാസിക്കുന്ന, നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ദൈവമല്ല. പ്രവാചകന്മാർ ചിലപ്പോഴും ശാസിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു. സ്നാപയോഹന്നാൻ പറഞ്ഞായിരുന്നു, എനിക്ക് പിന്നാലെ വരുന്നവൻ തീക്കൊള്ളിയുമായിട്ടാണ് വരുന്നത്, കോടാലിയും തീക്കൊള്ളിയുമായി. ഫലം കായ്ക്കാത്തതിനെല്ലാം വെട്ടി തീയിലെറിയാൻ വേണ്ടി അവൻ കോടാലി കൊണ്ടുവരുന്നു, അവൻ തീക്കൊള്ളി കൊണ്ട് കത്തിക്കും. പക്ഷേ യേശു വന്നത് അങ്ങനെ ആയിരുന്നില്ല. യേശു വന്നവർ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരമോഹിക്കുന്നവരും എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്നിൽ നിന്ന് പഠിക്കുവിൻ, നിങ്ങൾ ആശ്വാസം കണ്ടെത്തും. ആശ്വസിപ്പിക്കുന്നവനായിട്ടാണ് യേശു വരിക എല്ലായിടത്തും. ആ യേശു പഠിപ്പിച്ച കഥകൾ നോക്കൂ. പിതാവിനെക്കുറിച്ചാണ് യേശുവിന് പറയാനുള്ളത്. 1000 നാവാണ് പിതാവിനെക്കുറിച്ച് പറയുമ്പോൾ. എൻ്റെ അപ്പനാണിതെല്ലാം ചെയ്തത്. ആകാശത്തേക്ക് നോക്കൂ, അപ്പനാണ് ഈ ആകാശം വിരിച്ചത്. സൂര്യൻ ഉദിക്കുന്നതിൻ്റെ അപ്പൻ കൽപ്പിച്ചിട്ടാണ്. മഴ പെയ്യുന്നത് എൻ്റെ അപ്പൻ പറഞ്ഞിട്ടാണ്. എൻ്റെ പിതാവ്. ആകാശത്തിലെ പറവകളെ നോക്കൂ, ആരാണ് ഇവയെ പോറ്റുക? എൻ്റെ പിതാവാണ്. വയലിലേക്ക് നോക്കൂ, ഈ പുല്ലിനെ, ലില്ലികളെ ഇത്ര മനോഹരമായി ഉടുപ്പിക്കുന്നത്. സോളമന് പോലും സാധിക്കാത്ത അത്ര മനോഹരമായി ഈ പുല്ലുകളെ പൂവണിയിക്കുന്നവരാ എൻ്റെ പിതാവാണ്. ഈ ലില്ലികളെ പൂവണിയിക്കുന്നവനും പക്ഷികളെ പോറ്റുന്നവനും അവൻ എത്രയോ കൂടുതൽ വിലപ്പെട്ടതാണ് നിങ്ങൾ.
നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. എൻ്റെ പിതാവിനറിയാം നിങ്ങളുടെ തലയിൽ എത്ര മുടിയുണ്ട്. അതൊന്നുപോലും അവൻ അറിയാതെ താഴെ പോകുന്നില്ല. അപ്പോൾ കൃത്യമായി പരിപാലിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്നറിയാം. ആ സ്നേഹം, ആ ഹൃദയമാണ് നമുക്ക് യേശു തുറന്ന് കാണിക്കുക. ലൂക്കാ എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ ചില ഉപമകൾ, യേശുവിൻ്റെ ഉപമകളെല്ലാം അതുപോലുള്ള മനോഹരങ്ങളാണ്. 15-ാമത്തെ അധ്യായത്തിൽ കൊണ്ടുവരുന്ന 3 ഉപമകളുണ്ട്. കാണാതായ ആടിനെ തേടിയിറങ്ങുന്ന ഇടയൻ്റെ ചിത്രം, നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ തേടുന്ന ദൈവമാണ്. അതുപോലെ നഷ്ടപ്പെട്ടു പോയ നാണയം 10 ഉണ്ടായിരുന്ന 1 നഷ്ടപ്പെട്ടപ്പോൾ അത് കിട്ടുന്നവരെ അടിച്ചു വാരുന്ന സ്ത്രീ, അതിലെല്ലാം വലുതാണ് പിതാവിൻ്റെ സ്നേഹം. ധൂർത്തപുത്രൻ നമ്മൾ വിശേഷിപ്പിക്കാറുള്ള കഥ, ആ കഥ എത്ര മനോഹരമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പുത്രൻ്റെ ധൂർത്തല്ല ഇവിടെ കേന്ദ്രമായിട്ട് നിൽക്കുക എന്നറിയാം. ഓർക്കണം, 2 പുത്രന്മാരുണ്ട്. ഒരാൾക്ക് 2 പുത്രന്മാരുണ്ടായിരുന്നു. ധനികനാണ് അയാൾ. ഇളയ മകൻ പറഞ്ഞു, പിതാവേ അങ്ങയുടെ സ്വത്തിൽ എനിക്ക് അവകാശമുള്ളത് തരിക. സാധാരണ ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണത്. അപ്പൻ മരിച്ചു കഴിയുമ്പോഴാണ് മക്കൾ സ്വത്ത് വീതം ചെയ്യുക. പക്ഷേ ഈ മകൻ അപ്പൻ്റെ കൂടെ താമസിക്കുന്ന എന്തോ വലിയ ബുദ്ധിമുട്ടായി, ഒരു സ്വാതന്ത്ര്യക്കുറവായി മനസ്സിലാക്കിയത് കൊണ്ടോ കരുതിയത് കൊണ്ടോ അവൻ വിട്ടുപോകണം. ഒരു മടിയും കൂടാതെ അപ്പൻ സ്വത്ത് വീതിച്ചു കൊടുത്തു. തനിക്കുള്ളതെല്ലാം വിറ്റു പണമാക്കി അവൻ വിദേശത്ത് പോയി സന്തോഷമായി അഥവാ സുഖമായി ജീവിച്ചു. അന്ന് കൂട്ടുകാരുണ്ടായിരുന്നു ധാരാളം. പക്ഷേ കയ്യിൽ കാശില്ലാതായപ്പോൾ കാലിനും വേണ്ട നോട്ടായ പോലെയായി. പണമെല്ലാം തീർന്നു, ദേശത്ത് ക്ഷാമമായി, കൂട്ടുകാരെല്ലാം എതിരെ പോയി എന്നറിയില്ല, ആഹാരം പോലും ഇല്ലാണ്ടായി. വിശക്കുമ്പോഴാണ് അവൻ പോയി ഒരു ജോലിക്ക് അന്വേഷിക്കുക. ജോലി അന്വേഷിച്ച് ചെല്ലുമ്പോൾ പന്നി മേയ്ക്കലാണ് കിട്ടുക. ഒരു യഹൂദനെ സംബന്ധിച്ച് പന്നി അശുദ്ധമായ മൃഗമാണ്. പക്ഷേ അശുദ്ധമായ മൃഗങ്ങളെ മേയ്ക്കുക എന്ന അശുദ്ധമായ ജോലി ചെയ്യുമ്പോൾ പോലും ആ പന്നി തിന്നുന്ന തവിട് കൊണ്ടെങ്കിലും വിശപ്പടക്കാനായിട്ട് അവൻ ആഗ്രഹിച്ചു. പക്ഷേ സാധിച്ചു, ആരും അവന് കൊടുത്തില്ല എന്ന യേശു. അപ്പോൾ അവന് സുബോധമുണ്ടായി. ഹി കെയിം ടു ഹിംസെൽഫ്. അവൻ തന്നിലേക്ക് തന്നെ തിരിച്ചു വന്നു. സുബോധമല്ല, അവൻ തന്നെക്കുറിച്ച് തന്നെ വ്യക്തമായ അവബോധമുണ്ടായി. ആരാണ് ഈ ഞാൻ ഇപ്രകാരം പന്നിക്കുഴിയിൽ കിടന്ന് നരഹിക്കേണ്ടവനാണോ? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ ആളുകൾ, എത്രയോ വേലക്കാർ ആവശ്യത്തിന് മിച്ചം ആഹാരം കഴിച്ച് സന്തോഷമായി കഴിയുന്നു. അവൻ തന്നിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എണീറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോയി പിതാവിനോട് പറയും, പിതാവെ അങ്ങേക്കെതിരായും ദൈവത്തിനെതിരായും ഞാൻ പാപം ചെയ്തു പോയി. അങ്ങയുടെ പുത്രനെന്ന് വിളിക്കപ്പെടാനുള്ള അർഹത പോലും എനിക്കില്ല. എനിക്ക് വേണ്ടി ഒന്ന് ചെയ്താൽ മതി. പുത്രനെന്ന് വിളിക്കേണ്ടതിൻ്റെ കാര്യമില്ല, എന്നെ ദാസനെ പോലെ കണക്കാക്കിയാൽ മതി. ഒരു ദാസനെ പോലെ ആഹാരം കിട്ടണം. അവൻ്റെ പിതാവിനുള്ള സ്നേഹമൊന്നുമല്ല അവനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പ്രേരിപ്പിക്കുന്നത്, അവൻ്റെ ദയനീയമായ അവസ്ഥയാണ്. പക്ഷേ അവനെ കാത്തിരിക്കുന്നൊരു പിതാവുണ്ട്, അവൻ അറിയില്ലായിരുന്നു. പിതാവിൻ്റെ പ്രതികരണം എന്തായിരിക്കും ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം അവകാശം മേടിച്ച് നീ എനിക്ക് മരിച്ചതുപോലെയാണെന്ന് പറഞ്ഞ് വിട്ടുപോകുന്ന ആണ്. അപ്പൻ മരിക്കുമ്പോഴേ അവകാശം വാങ്ങാൻ സാധിക്കുള്ളൂവെങ്കിൽ ജീവിച്ചിരിക്കുന്ന അപ്പനോട് അവകാശം ചോദിക്കുന്നത് അപ്പൻ മരിച്ചു എന്ന് പറയുന്നത് തുല്യമാണ്. ഇങ്ങനെ മരണതുല്യനായി കണക്കാക്കിയിട്ട് ഉപേക്ഷിച്ച് വന്ന അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകാൻ അവന് ഒരുപാട് ജാള്യതയുണ്ട്. വിശപ്പ് മാത്രമാണ് അവനെ പ്രേരിപ്പിക്കുക. പക്ഷേ മടങ്ങി വരുന്ന ഈ പുത്രനെ അകലെ നിന്ന് പിതാവ് കണ്ടു. അകലെ നിന്ന് കാണണമെങ്കിൽ പിതാവ് നോക്കിയിരിക്കുകയാണ്. ആ മകൻ ഇറങ്ങിപ്പോയ നിമിഷം മുതൽ വഴിക്കണ്ണുമായി കാത്തിരിക്കുകയാണ് അപ്പൻ. അവന് പിന്നെ സ്വസ്ഥതയില്ല, എൻ്റെ മനസ്സിൽ സമാധാനമില്ല. എപ്പോഴായിരിക്കും എൻ്റെ മകൻ മടങ്ങി വരിക? അവൻ എവിടെയാണ്, ഏതവസ്ഥയിലാണ്? എപ്പോൾ വന്നാലും സ്വീകരിക്കാനായിട്ട് കാത്തിരിക്കുക. ദിവസങ്ങളും മാസങ്ങളും പക്ഷേ വർഷങ്ങളും കടന്നുപോയി. പക്ഷേ അപ്പൻ ആ ഇരിപ്പ് തന്നെയായിരുന്നു. അതാണ് യേശു നൽകുന്ന സൂചന. അകലെ നിന്ന് തന്നെ അവൻ കണ്ടു. അകലെ നിന്ന് മകനെ കാണുമ്പോൾ തിരിച്ചറിയാത്ത കോലമാണ്. പക്ഷേ അതെൻ്റെ മകനാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഓടി, പട്ടണത്തിലൂടെ ഓടുന്ന വൃദ്ധനായ ധനികൻ. തമാശ തോന്നും ആൾക്കാർ നോക്കി ചിരിച്ചു. പക്ഷേ പിതാവിന് ഒരേ ഒരു ചിന്തയുള്ളൂ, ഇതെൻ്റെ മകനാണ്, എൻ്റെ മകൻ തിരിച്ചു വന്നിരിക്കുന്നു. ദുർഗന്ധം വമിക്കുന്ന ശരീരമാകും അവൻ്റെ. പന്നിക്കുഴിയിൽ നിന്നാണ് അവൻ വരുന്നത്. വസ്ത്രങ്ങളെല്ലാം കീറിപ്പറഞ്ഞവനാണ്, ആഹാരമില്ലാണ്ട് ഒട്ടിയ വയറുമായി. പക്ഷെ അവനെ കയറി പിടിച്ച് ആലിംഗനം ചെയ്ത് അവനെ ചുംബിച്ച് പറഞ്ഞു, വരൂ. മകൻ പഠിച്ച് പ്രസംഗം പറയാനായിട്ട് ശ്രമിക്കുകയാണ്. പിതാവേ, അങ്ങേക്കെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ പാപം ചെയ്തു പോയി. അങ്ങയുടെ മകനായി പരിഗണിക്കപ്പെടാൻ എനിക്ക് അർഹതയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, നിർത്തുമോനെ, എനിക്കെല്ലാം അറിയാം, നീ ഇനി പറയണ്ട. മകനെ കുമ്പസാരിക്കാൻ പോലും അനുവദിക്കുന്നില്ല പിതാവ്. അത്രയേറെ സ്നേഹം വഴിഞ്ഞൊഴുകുകയാണ് പിതാവിൻ്റെ ഹൃദയത്തിൽ നിന്ന്. വേലക്കാർക്ക് കൽപ്പന കൊടുത്തു, ഇവനെ കൊണ്ടുപോയി കഴുകി കുളിപ്പിച്ച് വസ്ത്രങ്ങളെല്ലാം മാറി പുതിയ വസ്ത്രം അണിയിക്കുക, ഷേവ് ചെയ്യുക, മുടി വെട്ടുക, പുതിയ മനുഷ്യനാകട്ടെ. എൻ്റെ ഈ മകന് അവൻ മോതിരം കൊടുത്തു. മുദ്രമോതിരം അണിയിക്കുന്ന അവകാശം കൊടുക്കുന്ന രീതിയാണ്, അടയാളമാണ്. ചെരുപ്പ് അണിയിച്ചു, അവൻ ഇനി സ്വതന്ത്രനാണ്, അടിമയല്ല. അപ്പം മുദ്രമോതിരവും ചെരുപ്പും പുതിയ വസ്ത്രവും അണിയിച്ച് സ്വീകരിക്കുന്ന പിതാവ് ആരാണിത്? ഭൂമിയിലെ ഒരപ്പനും ചെയ്യാത്ത കാര്യമാണ്. പക്ഷേ ഇതാണ് സ്വർഗസ്ഥനായ പിതാവ്. അപ്പോൾ യേശു ഹൃദയത്തെക്കുറിച്ച് പറയുമ്പോൾ, നമ്മൾ തിരുഹൃദയത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ പിതാവിൻ്റെ സ്നേഹമാണ്. ഈ പിതാവിൻ്റെ സ്നേഹം എത്രമാത്രം ആഴമുള്ളതാണ് എന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടിയാണ് തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അതാണല്ലേ യോഹന്നാൻ പറയുക, ഞാൻ പ്രധാന ആവർത്തിച്ചതാണ് ഇവിടെ. തൻ്റെ ഏകജാതനെ നൽകാൻ മാത്രം ദൈവം ലോകത്തെ അത്രയേറെ സ്നേഹിച്ചു.
തൻ്റെ മകനെ നൽകാൻ മാത്രം അത്രയേറെ സ്നേഹിച്ച ദൈവം. അപ്പോൾ അപ്രകാരം എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണെങ്കിൽ ആ ദൈവം എന്താണ് എനിക്ക് തരാതിരിക്കുക? ആ ദൈവത്തെ എങ്ങനെ ക്രൂരനായി വിധിയാളനായി എനിക്ക് കാണാൻ സാധിക്കും? എങ്ങനെ ആ ദൈവത്തിൽ ഞാൻ അകന്നു പോകാൻ സാധിക്കും? എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, ഏത് നിമിഷവും മടങ്ങി വരാനായിട്ട് വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന പിതാവാണ് ദൈവം. അപ്പോൾ യേശു നമുക്ക് കാണിച്ചു തന്നത് പിതാവിൻ്റെ ഹൃദയത്തിലേക്കുള്ള ഒരു ഉൾക്കാഴ്ചയാണ്. ദൈവം ആരാണെന്ന് യേശു നമുക്ക് വെളിപ്പെടുത്തി തരും. അതിൻ്റെ പൂർണ്ണത കാണുന്നത് കുരിശിലാണ്. അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി നൽകുന്നവൻ, തന്നെ ഒറ്റിക്കൊടുക്കുകയും തള്ളിപ്പറയുകയും അന്യായമായി വിധിക്കുകയും പീഡിപ്പിക്കുകയും അവസാനം കുറ്റക്കാരനെല്ലാം തെളിഞ്ഞിട്ടും കുറ്റവാളിയായി വധിക്കുകയും ചെയ്യുന്ന സകലരോടും യേശു ക്ഷമിക്കുക മാത്രമല്ല, ക്ഷമിക്കാൻ വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയാത്തതിനാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇതിനേക്കാളും വലിയ സ്നേഹം എന്താണുള്ളത്? യേശു പഠിപ്പിച്ചു 7 അല്ല 70 തവണ. ഇവിടെ 7000 അല്ല 70,000 അല്ല ക്ഷമിക്കുന്ന ഹൃദയം. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്കൊരു ഉൾക്കാഴ്ചയാണ് നമ്മൾക്ക് കിട്ടുന്നത് യേശുവിലൂടെ, യേശുവിൻ്റെ കുരിശിലൂടെ. അവരിപ്രകാരം സ്നേഹിച്ചെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും പരസ്പരം സ്നേഹിക്കണം. അതാണ് യേശു പഠിപ്പിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ തിരുഹൃദയ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ, അല്ലെങ്കിൽ തിരുഹൃദയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവം സ്നേഹമാണ് എന്നുള്ള നിർവചനത്തിലേക്ക് നമ്മൾ വരണം. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഒരു നിർവചനമുണ്ട്. ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. ആ ഒരു നിർവചനമാണ് ഈ ഹൃദയത്തിലൂടെ കിട്ടുക. ഹൃദയം സ്നേഹത്തിൻ്റെ, വിങ്ങുന്ന സ്നേഹത്തിൻ്റെ അടയാളമാണ്. മാതൃഹൃദയമെന്നല്ലേ പറയുക. അപ്പോൾ ദൈവത്തിൻ്റെ മാതൃത്വം പ്രകടമാക്കുന്നതാണ് വാസ്തവത്തിൽ ഹൃദയം. പിതാവിനെക്കുറിച്ച് പറയും, പിതാവിൻ്റെ സ്നേഹമാണ് ഇവിടെ കണക്കാക്കുക. പലപ്പോഴും പിതാവിനെക്കുറിച്ച് നമുക്ക് തെറ്റായ ധാരണകളാണല്ലോ. അത് തിരുത്താൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. യേശു പറഞ്ഞ ധൂർത്തപുത്രൻ്റെ അഥവാ സ്നേഹം ധൂർത്തടിക്കുന്ന പിതാവിൻ്റെ കഥ. ഇപ്രകാരമുള്ള ഒരു സ്നേഹം നമുക്ക് പ്രകടമാക്കുന്നതിന് വേണ്ടിയാണ് യേശു തൻ്റെ ഹൃദയം നമുക്ക് തുറന്ന് കാണിച്ചു തന്നത്. മുൾക്കിരീടമണിഞ്ഞ ഹൃദയം. ആ ഹൃദയത്തിന് വേദനയുണ്ട്, ആ ഹൃദയത്തിന് ദുഃഖമുണ്ട്. ഞാൻ നശിച്ചു പോകുന്നതിൽ, അവിടുത്തെ സ്നേഹം അറിയാതിരിക്കുന്നതിൽ, എൻ്റെ നന്ദിഹീനതയിൽ, ഞാൻ എന്നെ തന്നെ നശിപ്പിക്കുന്നതിൽ ഏത് അമ്മയുണ്ട് മക്കളുടെ വേദനകളിൽ വേദനിക്കാത്തത്? ഏത് പിതാവുണ്ട് വഴിതെറ്റിപ്പോകുന്ന മകൻ്റെ തെറ്റായ ഇടപെടലുകളിൽ, അവൻ്റെ പരാജയങ്ങളിൽ ദുഃഖിക്കാത്തത്? എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ദൈവത്തിലേക്ക് ഞാൻ മടങ്ങി വരണം. അതാണ് തിരുഹൃദയം നമ്മളെ ആഹ്വാനം ചെയ്യുക. നമുക്കൊരു ദിവസം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, പെറ്റമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും അവിടെ ഞാൻ എന്നെ മറക്കുകയില്ല എന്ന് ഞങ്ങളോട് അവിടുന്ന് പ്രവാചകനിലൂടെ അരുളി ചെയ്തു. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാളും വലിയ സ്നേഹമില്ല എന്ന് യേശു പഠിപ്പിച്ചു. ആ സ്നേഹത്തിൻ്റെ പൂർണ്ണത യേശു നമ്മൾ കുരിശിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്തു. കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നൊഴുകിയ രക്തവും വെള്ളവും അങ്ങയുടെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ ഹൃദയത്തിലാണ് ഞങ്ങൾക്കെല്ലാവർക്കും അഭയം. ആരെയും തള്ളിക്കളയാതെ, ഒരു പാപിയെയും ഉപേക്ഷിക്കാതെ സകലരെയും സ്വീകരിക്കുന്ന ഈ വലിയ ഹൃദയത്തെ ഓർത്ത്, ഹൃദയ വിശാലതയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. താവേ, അങ്ങയുടെ സ്നേഹം എല്ലാവരും അറിയാൻ അവിടുന്ന് ഇടയാക്കണമേ. അങ്ങയുടെ ഹൃദയത്തിലേക്ക് എല്ലാവരും വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, സ്നേഹത്തോടെ കടന്നു വരാൻ അവിടുന്ന് ഇടയാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.